സാമ്പത്തിക പരാധീനതയാൽ അർബുദ രോഗത്തിനുള്ള തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അടിമാലി മന്നാങ്കാല സ്വദേശിനിയായ വീട്ടമ്മ. ഒരു വർഷം മുമ്പായിരുന്നു കളരിക്കൽ സന്തോഷിന്റെ ഭാര്യയായ ഉഷയുടെ രോഗബാധ തിരിച്ചറിയപ്പെട്ടത്. അന്നു മുതൽ ചികിത്സാ ചെലവുകൾക്കായി സന്തോഷിനും ഉഷയ്ക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉഷയുടെ തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. സാമ്പത്തിക പരാധീനതയാൽ അർബുദ രോഗത്തിനുള്ള തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അടിമാലി മന്നാങ്കാല സ്വദേശിനിയായ വീട്ടമ്മ. ഒരു വർഷം മുൻപായിരുന്നു കളരിക്കൽ സന്തോഷിന്റെ ഭാര്യയായ ഉഷയുടെ രോഗബാധ തിരിച്ചറിയപ്പെട്ടത്. അന്നു മുതലുണ്ടായ ചികിത്സാ ചെലവുകൾ സന്തോഷിനും ഉഷയ്ക്കും വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകിയായിരുന്നു ഉഷയുടെ രോഗബാധ തിരിച്ചറിഞ്ഞത്. ആരംഭത്തിലുള്ള ചികിത്സകൾക്കായി പണം കണ്ടെത്തേണ്ടി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ചികിത്സ നടന്നുവരുന്നത്. ഓരോ മാസവും കോട്ടയത്തെത്തി ചികിത്സ തേടേണ്ടതുണ്ട്. 2 പെൺമക്കളാണ് ഉഷയ്ക്കും സന്തോഷിനുമുള്ളത്. ഒരാളെ വിവാഹം കഴിച്ചയച്ചു, മറ്റൊരാൾ പഠിക്കുകയാണ്. രോഗാധിക്യത്താൽ ഇടയ്ക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനാൽ ഉഷയെ തനിച്ചാക്കി സന്തോഷിന് ജോലിക്ക് പോവുക പ്രായോഗികമല്ല. സാമ്പത്തിക പരാധീനതയാൽ നിലവിൽ ഉഷയുടെ തുടർ ചികിത്സ കൃത്യമായി മുന്നോട്ടു പോകുന്ന സാഹചര്യവുമല്ല. എനിക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യണം. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക. വേദന സഹിക്കാൻ പറ്റാതെ വേദന അങ്ങനെയായിട്ടിരിക്കും. ഇത്രയും നാൾ നാട്ടുകാരുടെ എല്ലാവരുടെ സഹായം കൊണ്ട് ഇവിടെ അടിമാലിലും മന്നാങ്കാലിലുള്ള ആൾക്കാരെല്ലാം സഹായിച്ചു. പിന്നെ ഞങ്ങൾ താമസിച്ച കല്ലാറായിരുന്നു. കല്ലാറിലുള്ള എല്ലാവരും അവരും സഹായിച്ചു. ഞങ്ങൾ ഇത്രയും നാളും ചികിത്സിച്ച് പോകുന്നു. ഇനിയുള്ള ചികിത്സയ്ക്ക് എല്ലാ നാട്ടുകാരും എല്ലാവരും സഹായം ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് ചികിത്സ നടത്താൻ പറ്റുള്ളൂ. ഇളയൊരിക്കൊരു മോളും കൂടി ഉണ്ട്. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ചേട്ടനാണ് കൂലിപ്പണിക്ക് പോകാനും പറ്റണില്ല. എനിക്ക് ഒറ്റയ്ക്കായിട്ട് അവർക്ക് ആർക്കും പോകാൻ പറ്റില്ല. എപ്പോഴും തല കറങ്ങി വീഴുക. കാരണം ആളില്ലാണ്ട് പറ്റില്ല. മോൾക്ക് സ്കൂളിൽ പോകണതുകൊണ്ട് ചേട്ടന് പണിക്കും പോകാൻ പറ്റുന്നില്ല. അതിനെന്നെ നോക്കി വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ജീവിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ട്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുകയും ചെയ്യുന്നത്. സാമ്പത്തിക ബാധ്യതയേറിയതോടെ ഉണ്ടായിരുന്ന വീട് വിറ്റു. നിലവിൽ വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. വാടക മുടങ്ങിയിട്ടും നാളുകൾ ഏറെയായി. പരിചയക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായഹസ്തമാണ് പലപ്പോഴും ചികിത്സയ്ക്ക് ഉഷയ്ക്കും സന്തോഷിനും കൈത്താങ്ങായിട്ടുള്ളത്. തുടർ ചികിത്സയ്ക്കും മരുന്നുകൾക്കും യാത്രാക്കൂലിക്കുമൊക്കെ മാർഗമൊരുങ്ങണമെങ്കിൽ ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. അടിമാലി കാനറ ബാങ്കിൽ വാർഡ് മെമ്പറിന്റെയും രോഗിയുടെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് സഹായങ്ങൾ നൽകാവുന്നതാണ്. 2-3 വർഷമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ജീവിക്കുകയാണ്. പുള്ളിക്കാരിക്ക് സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഭർത്താവ് കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. അപ്പം ഇതുവരെ 4 ഓപ്പറേഷനും 20 റേഡിയേഷനും 8 കീമോയും കഴിഞ്ഞു. ഇനിയും കീമോ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം വാർഡ് മെമ്പറിൻ്റെയും രോഗിയുടെയും പേരിൽ കാനറ ബാങ്കിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.